ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്നല്ലാണ്ട് ശരിക്ക് ഓൾമോസ്റ്റ് 11 മണിയായി. കാരണം ഇന്നലെ രാത്രി കിടന്നപ്പോ ലേറ്റ് ആയിട്ടായിരുന്നു. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോ ഒരു 4 മണിയായിട്ടുണ്ടായിരുന്നു കിടന്നപ്പോ. അപ്പൊ എണീറ്റപ്പോ ഓൾമോസ്റ്റ് ഒരു 11 മണിയായിട്ടുണ്ട്. ഇന്ന് ഒരു 1.5 കൊല്ലത്തിന് ശേഷം ഞാൻ എന്റെ കമ്പനിയിൽ റിസൈൻ ചെയ്ത് ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് എടുക്കാന്ന്. ഞാൻ കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോമാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യല് ആദ്യത്തെ ഒരു 4 ദിവസം ഞാൻ കമ്പനിയിൽ പോയിട്ടുണ്ട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പനിയിൽ പോയിട്ടില്ല. ഒരു ഫംഗ്ഷന് പോയിട്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് കമ്പനിയിൽ നേരിട്ട് പോയിട്ടില്ല. സോ ഇന്നാണ് ഞാൻ എന്റെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ്. ഇന്ന് ഞാൻ പോയിട്ട് കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. സോ വെൽക്കം ടു വലാവ്. എന്നെ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോ എണീറ്റിട്ടുള്ളൂ. വലിയ ആർഭാടങ്ങളൊന്നുമില്ല. നമ്മള് സിമ്പിൾ ആയിട്ട് വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ഒരു കുർത്തി ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഡ്രസ് എടുത്തിട്ട് വരാം. ഇന്ന് കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും അധികം വർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ലാസ്റ്റ് വർക്കിംഗ് ഡേ അല്ലേ, അപ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യാനുണ്ടാവും. പിന്നെ നമ്മുടെ സിസ്റ്റത്തിലെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനുണ്ടാവും. അങ്ങനത്തെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ടാവും. അതൊക്കെ ചെയ്യാനാണ്. അതുകൊണ്ട് വലിയ തലകുത്തി മറിയുന്ന പണികളൊന്നും ഉണ്ടാവില്ല. പിന്നെ മെയിൻ ഉദ്ദേശം കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കാണുക. എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയ കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കുറച്ച് കൊളീഗ്സ് ഒക്കെ വരുന്നുണ്ട് എന്നെ കാണാനായിട്ട്. ഇനി അവരൊക്കെ ഇനി കാണുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേ അവരെയൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ബാഗ് എടുത്തിട്ട് ഇറങ്ങാം. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇനി ബസ് കിട്ടുന്ന കാര്യമൊക്കെ ഇച്ചിരി കഷ്ടത്തിലാവാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് സ്കൂട്ടറിൽ പോയിട്ട് സ്കൂട്ടർ കുരിയച്ചിറ കൊണ്ട് വെച്ചിട്ട്, കുരിയച്ചിറ എൻ്റെ വീടുണ്ട്, വീട്ടിൽ സ്കൂട്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുന്ന് ബസ് കയറി പോവാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതാവുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എനിക്ക് തിരിച്ചു വരുമ്പോൾ സ്കൂട്ടർ ഉണ്ടാവുമല്ലോ. തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങോട്ട് വരാനായാലും സ്കൂട്ടറും എനിക്ക് തിരിച്ചു വരാൻ പറ്റും. ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത് എങ്ങനെയാന്ന് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കൊരിക്കലും സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല, എനിക്കൊരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നായിരുന്നു. 19 വയസ്സൊക്കെ ആയപ്പോഴേക്കും ലൈസൻസ് ഒക്കെ എടുത്തു എന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ ലൈസൻസ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടി ഓടിക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടായി ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയി സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് ഇപ്പം എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് പോയി വരാൻ പറ്റും. കുരിയച്ചിറ ചെന്ന് കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ ഇരിക്കേണ്ടി വന്നു ബസ് കിട്ടാനായിട്ട്. അധികം നേരം ഇരിക്കേണ്ടി വന്നില്ല. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ എറണാകുളം ബസ് കിട്ടി. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കയറിയപ്പോൾ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ തൊട്ടടുത്തിരുന്ന ചേച്ചി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ആ സീറ്റ് കിട്ടി. അല്ലെങ്കിൽ ഞാൻ എറണാകുളം എത്തണ വരെയും നിൽക്കേണ്ടി വന്നേനെ. ചിരിച്ചും കളിച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും നല്ല വിഷമമുണ്ട് കേട്ടോ. 1.5 കൊല്ലം നമ്മൾ വർക്ക് ചെയ്തിരുന്ന പ്രൊജക്റ്റ്, നമ്മൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയൊക്കെ വിട്ടിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ? ആ ഒരു വിഷമമുണ്ട്. റിസൈൻ ചെയ്തപ്പോൾ എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ലാസ്റ്റ് ഡേ ആയപ്പോൾ ഇനി ഇല്ലല്ലോ, ഇനി ലോഗിൻ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇത്ര കാലം ഒരുമിച്ച് ഒരു 1.5 കൊല്ലമൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എന്നും സംസാരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ. ശരിക്കും നമുക്കൊരു ഫാമിലി പോലെ ആയിട്ടുണ്ടാവും. അവരൊക്കെ ഇനി വിട്ടു പോരുമ്പോൾ ഒരു വിഷമം. പക്ഷെ നമ്മുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കംഫർട്ട് സോണൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ അതെ, കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വാഷ്റൂമിലൊക്കെ വന്ന് നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഡിന്നർ ബ്രേക്കിന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഓർഡർ ചെയ്ത് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. ഇതാണ് കേട്ടോ സോണിയ. ചില ആൾക്കാരെ നമ്മൾ 1-2 മാസമായിട്ട് പരിചയപ്പെട്ടുള്ളതെന്നുണ്ടെങ്കിലും കുറെ കാലമായിട്ട് അവരറിയാം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരാളാണ് കേട്ടോ സോണിയ. റെസിഗ്നേഷന്റെ ഫോർമാലിറ്റീസ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനി ID കാർഡൊക്കെ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ബൈ ബൈ കാസ്കേഡ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 3:30 ഉണ്ടായി. അതുകൊണ്ട് തന്നെ
ക്യാമ്പസ് ഫുള്ള് കാലിയായിരുന്നു. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കമ്പനിയിലെ ആൾക്കാര്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നടന്നു, കുറച്ചു നേരം കളിച്ച് ചിരിച്ച് നടന്നു. ഇവരോട് എല്ലാവരോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരെല്ലാവരും എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ട് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ഓഫീസിൽ വരേണ്ട ഒരു കാര്യമില്ല. ഇവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ഉള്ള ആൾക്കാരാണ്. പക്ഷെ എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയ കാരണം മാത്രം ആണ് ഇവരെല്ലാവരും ഓഫീസിൽ വന്നത്. ഞാൻ ശരിക്കും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞങ്ങൾ അങ്കമാലിയിൽ വരെ ഞങ്ങൾക്ക് ക്യാബ് സർവീസ് ഉണ്ടായിരുന്നു. ക്യാബിൽ ഞങ്ങൾ വന്നിട്ട് അങ്കമാലിയിൽ നിന്നാണ് തൃശ്ശൂർക്ക് ഞാൻ വണ്ടി കയറിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി നേരെ തൃശ്ശൂർ പോവാ, വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങാം. ഗുഡ് മോർണിംഗ്. ഡേ 1 ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ആ വീഡിയോ അങ്ങനെ എൻഡ് ചെയ്യാൻ തോന്നിയില്ല. എനിക്ക് സോനിയ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതും കൂടി കാണിച്ചിട്ട് എൻഡ് ചെയ്യാന്ന് വിചാരിച്ച്. ഒരു കുഞ്ഞ് പാണ്ടക്കുട്ടനെ തന്നിട്ടുണ്ട്. അതിങ്ങനെ തലയാട്ടും, ഇങ്ങനെ തലയാട്ടും. എന്താ പറയാ, ഈ കാറിന്റെ ഡാഷ് ബോർഡിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പാണ്ട. നല്ല ഒരു ക്യൂട്ടായിട്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് കുറച്ച് എക്സൈറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചേ. ഇതൊരു ഗിഫ്റ്റ് പാക്ക് ഒക്കെ ചെയ്തിട്ടാ തന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അത് പിച്ചി പറിച്ച് എടുത്തു. ഇതൊരു ലോക്കറ്റിന്റെയും കമ്മലിന്റെയും ഒരു ലോക്കറ്റിന്റെയും സെറ്റാണ്. അതിലെ കമ്മലും ഈ മോതിരവും ഇത് പേളാണ്. പേളിന്റെ കമ്മലും ഇത് പേളാണ്. ഇനി ഇതിന്റെ ഉള്ളില് ഇതൊരു ലോക്കറ്റാണ്. ഈ ലോക്കറ്റിന്റെ ഉള്ളില് ഇടാനുള്ള പേള് ഇതിന്റെ ഉള്ളിലാണ്. അത് നമുക്ക് തുറക്കാം. ഇത് എന്താണെന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. പക്ഷെ ഇതിന്റെ ഉള്ളില് വേറൊരു ഇതും കൂടെ ഉണ്ട്, കണ്ടോ? ഇതിന്റെ ഉള്ളില് ഒരു കക്ക പോലത്തെ ഒരു സാധനമുണ്ട്. അതിന്റെ ഉള്ളിലാണ് മുത്തിരിക്കുന്നത്. ഇത് തുറന്നാലേ ഏത് കളർ മുത്താന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു വെറൈറ്റി ആയിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് എലമെന്റ് ഉള്ള ഒരു ഗിഫ്റ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമുക്കിത് തുറന്നു നോക്കാം. ഇത് തുറക്കാതിരിക്കുമ്പോൾ ഇതിനകത്തൊരു കാർഡ് ഉണ്ട് കേട്ടോ. ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു കാർഡ്. യുവർ വിഷ് വിൽ കം ട്രൂ. പീപ്പിൾ മേക്ക് വിഷസ് വൈൽ ഗോഡ് ക്രിയേറ്റ് പേൾസ്. മേ യുവർ സ്പെഷ്യൽ വിഷ് ഓൾവേസ് ബി ഗ്രാൻഡഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുഞ്ഞ് വിഷൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാർഡ്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇതിനകത്ത് വെള്ളമുണ്ട്. ഹാ, വെള്ളത്തിനകത്താണ് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു തൊട്ടപ്പോ ഒരു വേറൊരു ഫീല്. ഇത് നമുക്ക് തുറന്നു നോക്കാല്ലേ. ഇതിന്റെ ഉള്ളിൽ ഏതാ കളറെന്ന് പാക്ക് ചെയ്ത ആൾക്കാർക്ക് വെള്ളം വേണം. പാക്ക് ചെയ്ത ആൾക്കാർക്ക് പോലും അറിയുന്നുണ്ടാവില്ലായിരിക്കും. ഗുഡ്നെസ്, വാവ്. ഇതിങ്ങനെ തുറന്നു വന്നിട്ടോ, കണ്ടോ? അതിനകത്തൊരു പേളുണ്ട്. വാവ്, സൂപ്പർ. ആ പേള് ഒരു സ്പെഷ്യൽ ഷേപ്പുള്ള പേളാണ്. ഇങ്ങനെ കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. കണ്ടോ, രണ്ട് ഇതായിട്ട്. നമുക്കിത് ലോക്കറ്റിനകത്ത് ഇടാം കേട്ടോ. ഈ നടുക്കലത്തെ ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ മുത്തിനെ നമുക്ക് ഇതിന്റെ ഉള്ളിലിടാം. എന്നിട്ട് നമുക്കിത് കോർത്ത് മാലയാക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഈടാ, നല്ല രസമുണ്ട്.
ആ പേൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടു. കാണാനുണ്ടോ? ആ ആ പേൾ അതിനകത്തിട്ടു. നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഭയങ്കര സർപ്രൈസിങ് എലമെന്റ് ഉള്ള ഒരു ഗിഫ്റ്റ്. എനിക്ക് പേള് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജമ്മാണ്. അതും ഒരു വെറൈറ്റി ഷേപ്പുള്ള പേൾ എനിക്ക് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. സോ എനിക്ക് മാത്രമല്ല, ഇന്നലെ എനിക്ക് എല്ലാവരും കൂടി വന്നപ്പോൾ എനിക്ക് എത്രത്തോളം എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി അവരോടൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഇച്ചിരി ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് സാഡായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് സാഡായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നവരോട് എത്രത്തോളം ഗ്രേറ്റ്ഫുൾനെസ് എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. സ്വരാജ് വന്നു, ആൽബിൻ വന്നു, വിഷ്ണു ബ്രോ വന്നു, ദീപു വന്നു, അമാൻഡ വന്നു. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഞാൻ എത്രത്തോളം എക്സ്പ്രസ് ചെയ്തെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ഇനി ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, ഡേ 1 ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണെന്ന്. അപ്പോൾ ശരി, ബൈ ബൈ.